അപ്പോൾ നമ്മുടെ ഉച്ചനേരത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും കഴിക്കലും പാത്രങ്ങൾ കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ ഫ്ലാസ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അടുത്തത് നമ്മളിനി അരി കഴുകിയിടാൻ വേണ്ടി പോവാണ് കേട്ടോ. വെള്ളം നല്ലതുപോലെ തിളച്ച് കിടപ്പുണ്ട്. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറച്ച് മുരിങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ മരം ഒടിഞ്ഞ് വീണിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതേ അതും കൂടി നമ്മളിന്ന് അവിയൽ വെക്കാൻ വേണ്ടി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതേ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പയർ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വള്ളി വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഒരു കയറൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറച്ച് അധികം തുണികളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ലതുപോലെ കഴുകി നമ്മൾ ഉണക്കാനിട്ടിട്ടുണ്ട്. ചെറിയ കാറ്റും നല്ല വെയിലും ഒക്കെ തുണികളൊക്കെ വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അങ്ങനെ തുണി കഴുകലെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാണ് കേട്ടോ. ബാക്കി ഒരു ജോലി നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ല. മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തേങ്ങയൊക്കെ തിരുമ്മി മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞ് വെട്ടി പുഴുങ്ങാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് പുഴുങ്ങുന്നത്. ഇന്ന് ഞാൻ ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ ഇതുപോലുള്ള ചീനി വർഗ്ഗം, അതായത് കിഴങ്ങ് വർഗ്ഗമൊക്കെ നമുക്ക് ഇഡ്ഡലി തട്ടിലൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. കപ്പ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ആവി കയറ്റി എടുക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും അതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്ത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളമൊന്നും കയറാതെ നമുക്ക് കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ചമ്മന്തി അരച്ചിട്ടുണ്ട്. വെള്ളമൊന്നും കയറാതെ നല്ലതുപോലെ തന്നെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ റെഡിയാക്കി ഇതേ ചക്കക്കുരും മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടുള്ള ഒരു തോരനും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.